ആദരണീയനായിട്ടുള്ള അധ്യക്ഷൻ BJPയുടെ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ ടി കൃഷ്ണൻകുട്ടി, വേദിയിൽ ഉപവിഷ്ടനായിരിക്കുന്ന പാർട്ടിയുടെ പട്ടാമ്പി നിയോജക മണ്ഡലം പ്രസിഡന്റ് പ്രിയപ്പെട്ട സുനിൽ, അഡ്വക്കേറ്റ് പി മനോജ്, ശ്രീ തങ്കമോഹൻ, ശ്രീമതി ലതാ മണികണ്ഠൻ, ശ്രീ അഖിൽ, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, നല്ലവരായ നാട്ടുകാർ, അവർക്ക് നമസ്കാരം. ഇന്നിപ്പോ എന്ത് പറഞ്ഞിട്ടാ തുടങ്ങേണ്ടത്? ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ആവർത്തിക്കോ? ജയ് ശ്രീറാം, ജയ് ശ്രീറാം, ജയ് ശ്രീറാം. ശ്രീരാമ മന്ത്രം ചൊല്ലാൻ കേരളത്തിൽ സമ്മതിക്കില്ല എന്നാണ് ചില കമ്മികളൊക്കെ പറയുന്നത്. പാലക്കാട് ശ്രീരാമന്റെ ഒരു ഫ്ലെക്സ് ബോർഡ് ഇങ്ങനെ വന്ന സമയത്ത് വലിയ പ്രതിഷേധമായിരുന്നു. പക്ഷെ ഇന്ന് സത്യപ്രതിജ്ഞ കഴിഞ്ഞപ്പോ പാലക്കാടല്ല, കേരളത്തിലുടനീളം ശ്രീരാമ മന്ത്രം ചൊല്ലിക്കൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ അംഗങ്ങൾ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. നിങ്ങൾ ഒരു സ്ഥലത്ത് തടുക്കാൻ നോക്കിയാൽ 100 സ്ഥലങ്ങളിൽ 100,000 സ്ഥലങ്ങളിൽ ശ്രീരാമ മന്ത്രം ഉയരും. ഇത് ഭാരതമാണ് എന്ന കാര്യം ഇവിടുത്തെ കമ്മികൾക്ക് ഓർമ്മ വേണം, അല്ലേ? ശ്രീരാമ മന്ത്രം ചൊല്ലാൻ പാടില്ല. എന്താ ശ്രീരാമന്റെ പേര് പറഞ്ഞാൽ കുഴപ്പം? എന്താ ജയ് ശ്രീറാം എന്ന് പറഞ്ഞാൽ കുഴപ്പം? ഇന്ത്യയുടെ ഭരണഘടന, ആ ഭരണഘടന എഴുതപ്പെട്ട ആദ്യത്തെ പകർപ്പ്, ആദ്യത്തെ കോപ്പി, ആ കോപ്പിയിലെ ആദ്യത്തെ ചിത്രം ഏതാണെന്നറിയോ? ഇന്ത്യയുടെ ഭരണഘടനയുടെ എഴുതപ്പെട്ട ആദ്യത്തെ കോപ്പിയിലെ ആദ്യത്തെ ചിത്രം ഭഗവാൻ ശ്രീരാമനും ലക്ഷ്മണനും സീതാദേവിയും കൂടി യുദ്ധാനന്തരം അയോധ്യയിലേക്ക് തിരിച്ചു പോകുന്ന ചിത്രമാണ് ഇന്ത്യയുടെ ഭരണഘടനാ ശില്പികൾ ഭരണഘടനയിൽ ആദ്യമായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഭഗവാൻ ശ്രീരാമൻ കേവലം ഒരു ദൈവിക പുരുഷൻ എന്നതിലപ്പുറം ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും അംഗീകരിക്കുന്ന, ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ മുഴുവൻ ജനങ്ങളും അംഗീകരിക്കുന്ന നമ്മുടെയൊക്കെ പൂർവികനായിട്ടുള്ള ദേശീയ പുരുഷനാണ്. മാതൃകാ ഭരണാധികാരിയായിരുന്നു, മര്യാദാ പുരുഷോത്തമനായിരുന്നു. രാജ്യത്ത് ഏത് ഭരണാധികാരിയും, ലോകത്ത് ഏതൊരു ഭരണാധികാരിയും മാതൃകയാക്കേണ്ട മര്യാദാ പുരുഷോത്തമനായ ശ്രീരാമനെ സ്മരിച്ചിട്ടല്ലാതെ മറ്റാരെ സ്മരിച്ചിട്ടാണ് ഒരു ജനപ്രതിനിധി അധികാരം ഏറ്റെടുക്കേണ്ടത്? ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കുമ്പോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തെ ഭരണാധികാരിയായിരിക്കുമ്പോ ആ ഭരണാധികാരി ആരെ പോലെയായിരിക്കണം? ശ്രീരാമചന്ദ്രനെ പോലെയായിരിക്കണം. തന്റെ ജനങ്ങൾ എന്താണ് പറയുന്നത്, അവരെന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ കഴിയുന്ന ശ്രീരാമചന്ദ്രനെ പോലെയായിരിക്കണം ഇന്ത്യയുടെ ഓരോ ഭരണാധികാരിയും. ഒരു സംശയ കാര്യത്തിൽ വേണ്ട. അതുകൊണ്ട് തന്നെ ഭഗവാൻ ശ്രീരാമന്റെ നാമം, ഭഗവാൻ ശ്രീരാമന് ജയ് വിളിച്ചുകൊണ്ട് നമ്മുടെ ആരെങ്കിലും ഒക്കെ ഒരു ബാനർ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ ഇത്ര വലിയ കോലാഹലം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? നമ്മൾ ഭഗവാൻ ശ്രീരാമനാണ് ജയ് വിളിച്ചത്. അന്തംഗമ്മികൾ കാഞ്ഞിരപ്പുഴയിൽ ചെഗുവേരയുടെ ചിത്രമാണ് ഉയർത്തിയത്, നിങ്ങൾ കണ്ടല്ലോ. പക്ഷെ ഒരു ഗുണമുണ്ടായി, ജീവിതത്തിൽ ഇന്നേ വരെ ത്രിവർണ്ണ പതാക പിടിക്കാത്ത DYFIക്കാരനും CPMകാരനും ഇപ്പോ സകല സ്ഥലത്തും ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്താൻ തുടങ്ങി. ജീവിതത്തിൽ ഇന്നേ വരെ അവർ ഉയർത്തിയിട്ടില്ല. 1947 ആഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോ ഇത് ആപത്ത് 15 പ്രസംഗിച്ചു നടന്നിരുന്നവരാ. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കാതിരുന്നവരാ. നമ്മളൊന്ന് ശ്രീരാമന് ജയ് വിളിച്ചപ്പോ ഇന്ത്യയുടെ ദേശീയ പതാകയെയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെയും ഒക്കെ അംഗീകരിക്കാൻ, CPMകാരെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു തവണയല്ല 1000 തവണ 10,000 തവണ ജയ് ശ്രീരാം എന്ന് വിളിക്കാൻ ഒരു മടിയില്ല. പിന്നെ നിങ്ങളിത് ആരോടാ ഈ പറയുന്നത്? എടോ, ഞങ്ങൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വരെ പ്രകടന പത്രികയിൽ അച്ചടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അയോധ്യയിൽ ഭവ്യമായ രാമക്ഷേത്രം നിർമ്മിക്കും. ആ പ്രകടന പത്രികയുമായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വോട്ട് ചോദിക്കുന്ന ഞങ്ങളോടാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾ ശ്രീരാമന് ജയ് വിളിച്ചത് ശരിയായില്ല? ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് ജയ് ശ്രീറാം വിളിക്കുന്നവരാ BJPക്കാര്, പാർലമെന്റിന്റെ അകത്ത്. എന്നിട്ടാണോ പാലക്കാട് നഗരസഭയിലും ജയ് ശ്രീറാം വിളിക്കും? ഒരു സംശയവും കാര്യത്തിൽ വേണ്ട. ഇപ്പൊ മാത്രമല്ല, 5 വർഷം കഴിഞ്ഞാൽ വീണ്ടും പാലക്കാട് നഗരസഭയിൽ BJP അധികാരത്തിൽ വരും. അന്ന് ഞങ്ങൾ വീണ്ടും ജയ് ശ്രീറാം വിളിക്കും. ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇത് ഞാൻ മാധ്യമങ്ങൾ ചോദിച്ചപ്പോഴും പറഞ്ഞതാണ്. ഞങ്ങൾ അതിൽ അപ്പോളജറ്റിക്കേ അല്ല. അയ്യോ പറ്റിയത് തെറ്റായി എന്നൊരു തോന്നലേ ഞങ്ങൾക്കില്ല.
ചെയ്തത് 100% ശരിയായിരുന്നു എന്ന തോന്നലാണുള്ളത്. ശ്രീരാമന് ജയ് വിളിക്കും, സ്വാമി ശരണം വിളിക്കും, എന്താ സംശയം? ഞങ്ങൾ വിശ്വാസികളാ. നിങ്ങൾ അയോധ്യയിൽ ശ്രീരാമക്ഷേത്രം ഉയരുമ്പോൾ അതിനെ എതിർത്ത് നിന്നവരാ. ഇന്ത്യയുടെ പരമോന്നതമായ കോടതി പോലും അയോധ്യയിൽ ശ്രീരാമക്ഷേത്രത്തിന് അനുകൂലമായിട്ടുള്ള വിധിയാണ് പുറപ്പെടുവിച്ചത്. അപ്പോഴും നിങ്ങൾ ഈ രാജ്യത്തെ ദേശീയ പുരുഷനായിട്ടുള്ള ശ്രീരാമ ഭഗവാന്റെ ജന്മഭൂമിയിൽ ഒരു ക്ഷേത്രം ഉയരുമ്പോ അതിനെതിരായി ഗൂഢാലോചന നടത്തിയവരാണ് CPM-കാർ. അതിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചവരാണ് CPM-കാർ. ഞാൻ ചോദിക്കട്ടെ, ശ്രീരാമന് ജയ് വിളിക്കുന്നത് ഈ രാജ്യത്തെ മതേതരത്വത്തിനെതിരാണോ? അല്ല. ഈ ലോകത്തെ ഏറ്റവും വലിയ മുസ്ലിം രാഷ്ട്രം, ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള മുസ്ലിം രാഷ്ട്രം ഏതാണ് നിങ്ങൾക്കറിയോ? ഇന്തോനേഷ്യയാണ്. ലോകത്തെ ഏറ്റവും വലിയ മുസ്ലിം രാഷ്ട്രം ഇന്തോനേഷ്യയാണ്. ആ ഇന്തോനേഷ്യയുടെ നാഷണൽ ഹീറോയുടെ പേരെന്താണെന്നറിയോ? ആ ഇന്തോനേഷ്യയുടെ നാഷണൽ ഹീറോയുടെ പേരാണ് ഭഗവാൻ ശ്രീരാമൻ. ഒരു മുസ്ലിം രാഷ്ട്രത്തിന്റെ. ഇന്തോനേഷ്യയുടെ എയർലൈൻസിന്റെ പേരാണ് ഗരുഡ എയർലൈൻസ്. ഇന്തോനേഷ്യയുടെ റിസർവ് ബാങ്കിന്റെ പേരാണ് കുബേര ബാങ്ക്. രാമായണവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇന്തോനേഷ്യയെ പോലെ ഒരു മുസ്ലിം രാജ്യത്തെ മുഴുവൻ ഔദ്യോഗിക കാര്യങ്ങൾ നടക്കുന്നത്. രാമായണവുമായി ബന്ധപ്പെട്ട രാമായണം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ദേശീയ ഗ്രന്ഥമായിട്ട് അവർ കണക്കാക്കുന്നു, ആദരിക്കുന്നു. ശ്രീരാമനെ ആദരിക്കുന്നു, രാമായണ ബിംബങ്ങളെ ആദരിക്കുന്നു. നോക്കൂ, ഇന്തോനേഷ്യക്കാർക്ക് രാമായണത്തെ ആദരിക്കാമെങ്കിൽ, രാമനെ ആദരിക്കാമെങ്കിൽ, രാമൻ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളെ ആദരിക്കാമെങ്കിൽ, എന്തുകൊണ്ട് രാമന്റെ ജന്മഭൂമിയും കർമ്മഭൂമിയുമായിട്ടുള്ള ഭാരതത്തിൽ ശ്രീരാമചന്ദ്രനെ ആദരിച്ചുകൂടാ? എന്തുകൊണ്ട് അദ്ദേഹത്തിന് ജയാരവം മുഴക്കിക്കൂടാ? അതുകൊണ്ട് ഒരു സംശയവും വേണ്ട, ശ്രീരാമചന്ദ്രന് ഇനിയും ഞങ്ങൾ ജയ് വിളിക്കും, ജയ് ശ്രീരാം എന്ന് പറയും. അത് ഒരു മതേതരത്വത്തിനും എതിരല്ല, അത് മതനിരപേക്ഷതയ്ക്ക് അനുകൂലമാണ്. ഒരു ജനപ്രതിനിധി എങ്ങനെയായിരിക്കണമോ എന്നുള്ളതിന് ഈ ലോകത്തിന് മാതൃകയായി കാണിച്ചു തന്നിട്ടുള്ള, സ്വന്തം ജീവിതം കൊണ്ട് കാണിച്ചു തന്നിട്ടുള്ള ആളാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ. ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് പുറത്തു വന്നപ്പോ CPM-കാർ വലിയ ആഘോഷമാണ്. എല്ലാവരും പറയുന്നത് LDF-ന് വലിയ മുന്നേറ്റം ഉണ്ടായി എന്നാ പറയുന്നത്. LDF-ന് വലിയ മുന്നേറ്റം ഉണ്ടായി. പിണറായി വിജയൻ നടത്തിയിട്ടുള്ള വികസന പദ്ധതികൾക്ക് നൽകിയിട്ടുള്ള അംഗീകാരം എന്നാണ് അവര് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ തെരഞ്ഞെടുപ്പിൽ ആർക്കാ മുന്നേറ്റം ഉണ്ടായത്? LDF-ന് മുന്നേറ്റം ഉണ്ടായോ? LDF-ന് നിലവിലുള്ളതിനേക്കാൾ 10-700 വാർഡുകൾ കുറഞ്ഞു. UDF-കാർക്കും നിലവിലുള്ളതിനേക്കാൾ വാർഡുകൾ കുറഞ്ഞു, വോട്ടുകളും കുറഞ്ഞു. ഇന്നലെ മാതൃഭൂമി പത്രം കൃത്യമായി അച്ചടിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടോ? ഇന്നത്തെ മാതൃഭൂമി പത്രത്തിൽ കൃത്യമായി അച്ചടിച്ചു വെച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നേട്ടമുണ്ടാക്കിയ ഒരേ ഒരു പാർട്ടിയുടെ പേര് അത് ഭാരതീയ ജനതാ പാർട്ടി എന്നാണ്. നമ്മുടെ സീറ്റുകളും കൂടി, വോട്ടും കൂടി, ഭരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എണ്ണവും കൂടി. മറ്റ് രണ്ട് മുന്നണികളും താഴോട്ടാണ്, BJP മുകളിലോട്ടാണ്. പക്ഷെ BJPയെ തോൽപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ പ്രദേശം പട്ടാമ്പി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഈ കോൺഗ്രസുകാരും മാർക്സിസ്റ്റുകാരും കൂടി ഏതൊക്കെ വാർഡുകളിൽ പരസ്പരം അഡ്ജസ്റ്റ്മെന്റുകൾ നടത്തിയെന്ന് നമുക്കറിയാലോ. കഴിയുന്നത്ര സ്ഥലങ്ങളിൽ BJP ജയിക്കാൻ സാധ്യതയുള്ള മുഴുവൻ സ്ഥലങ്ങളിലും വോട്ടുകൾ പരസ്പരം മറിച്ചു കൊടുത്തുകൊണ്ട് BJPയെ പരാജയപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമം നടന്നില്ലേ? തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള നിരവധി സ്ഥലങ്ങളിൽ BJPയുടെ സ്ഥാനാർത്ഥികൾ വിജയിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നോക്കുന്ന സമയത്ത് പല സ്ഥലങ്ങളിലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾക്ക് കിട്ടിയിട്ടുള്ളത് 10 വോട്ട്, 20 വോട്ട്, 50 വോട്ട്. ചില സ്ഥലങ്ങളിൽ LDF-ന്റെ സ്ഥാനാർത്ഥികൾക്ക് കിട്ടിയിട്ടുള്ളത് നാമമാത്രമായിട്ടുള്ള വോട്ട്. അങ്ങനെ രണ്ട് മുന്നണികളും കൂടി പരസ്പരം സഹായിച്ചുകൊണ്ട് BJPയെ പരാജയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചു. ഇത് BJPയുടെ ആരോപണമല്ല. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി A. വിജയരാഘവൻ പറഞ്ഞു, BJPയെ പരാജയപ്പെടുത്താൻ ഞങ്ങൾ ചില നയങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്, ചില അടവ് നയങ്ങൾ ഉണ്ടാകും. തൃശൂരിലെ കോൺഗ്രസിന്റെ MP പ്രതാപൻ പൊതുവേദിയിലിരുന്ന മന്ത്രി സുനിൽകുമാറിനോട് പറയുകയാണ്, BJP ജയിക്കുന്നിടത്തൊക്കെ നമ്മൾ തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് അല്ലേ? സുനിൽകുമാർ തലകുലിക്ക് സമ്മതിക്കുക.
കേരളത്തിലുടനീളം BJPയെ പരാജയപ്പെടുത്തുക എന്ന ഒറ്റ ലക്ഷ്യത്തോടുകൂടി BJP ജയിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ മുഴുവൻ ഇവർ വോട്ടുകൾ വിറ്റു. നിങ്ങൾക്കറിയോ BJP ഇപ്പൊ ജയിച്ചത് 1600 സ്ഥലങ്ങളിലാണെങ്കിൽ എത്ര സ്ഥലങ്ങളിലാണ് രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് നിങ്ങൾക്കറിയോ? 3000-ഓളം സ്ഥലങ്ങളിൽ BJP രണ്ടാം സ്ഥാനത്താണ്. 8 വോട്ടിനും 10 വോട്ടിനും 1 വോട്ടിനും ഒക്കെ പോയിട്ടുള്ള 3000-ഓളം വാർഡുകളാണ് ഈ കേരളത്തിലുള്ളത്. 3000-ഓളം സ്ഥലങ്ങളിൽ BJPയെ പരാജയപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമം നടന്നു. പക്ഷേ ഈ ശ്രമങ്ങളൊക്കെ നടത്തിയ ആളുകളോട് നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ 1ാം സ്ഥാനത്ത് ഇവിടെ ജയിച്ചിരിക്കുന്ന BJP മെമ്പർമാരെക്കാൾ കൂടുതൽ ഭയക്കേണ്ടത് 2ാം സ്ഥാനത്ത് വന്ന വാർഡുകളിലെ BJPയുടെ പ്രവർത്തകരെ നിങ്ങൾ ഭയക്കണം. 2ാം സ്ഥാനത്ത് BJP വന്നിട്ടുള്ള വാർഡുകളിലെ പ്രവർത്തകരെ നിങ്ങൾ ഭയക്കണം. കാരണം BJPക്ക് ഒരു ചരിത്രമുണ്ട്. എന്താ ചരിത്രം? 984-ൽ ഇന്ദിരാഗാന്ധിയുടെ മരണശേഷം ഉണ്ടായ സഹതാപ തരംഗത്തിൽ രാജീവ് ഗാന്ധി ബഹുഭൂരിപക്ഷത്തോടുകൂടി 400 ചില്ലാനും സീറ്റുകൾ ജയിച്ച് ഇന്ത്യയിൽ പ്രധാനമന്ത്രിയായി അധികാരത്തിൽ വന്നു. ആ സമയത്ത് പുതിയ പാർട്ടിയായിരുന്ന ഭാരതീയ ജനതാ പാർട്ടിക്ക് 2 സീറ്റാണ് ലഭിച്ചത്, BJPക്ക് 2 MP-മാർ. ആ BJPയുടെ 2 MP-മാരെ നോക്കി രാജീവ് ഗാന്ധി ഇങ്ങനെ കളിയാക്കി, നാം 2 നമുക്ക് 2. കുടുംബാസൂത്രണത്തിന്റെ മുദ്രാവാക്യമായിരുന്നു, പരസ്യവാചകമായിരുന്നു, നാം 2 നമുക്ക് 2. രാജീവ് ഗാന്ധി കളിയാക്കി. പക്ഷേ രാജീവ് ഗാന്ധിക്ക് രാഷ്ട്രീയത്തിൽ പ്രായോഗിക ബോധമുണ്ടായിരുന്നില്ല. അദ്ദേഹം പുതിയ ആളായിരുന്നു. രാജീവ് ഗാന്ധിയോട് ആരും പറഞ്ഞു കൊടുത്തില്ല BJPയുടെ 2 MP-മാരാണ് ജയിച്ചതെങ്കിലും BJP ഇന്ത്യയിലെ 100-ലധികം സീറ്റുകളിൽ 2ാം സ്ഥാനത്ത് വന്നിരുന്നു എന്ന കാര്യം രാജീവ് ഗാന്ധിക്ക് അന്ന് ആരും പറഞ്ഞു കൊടുത്തില്ല. നിങ്ങൾക്കറിയുമോ, ആ 100 സീറ്റുകളിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ 78 സീറ്റുകളിൽ BJP ജയിച്ചു. അടുത്ത തെരഞ്ഞെടുപ്പിൽ BJP 80-ലധികം സീറ്റുകളിൽ MP-മാരുണ്ടായി. ആ സീറ്റ് പിന്നെ 120-ആയി മാറി. പിന്നീട് അത് 180-ആയി മാറി. BJP അധികാരത്തിൽ വന്നു. പിന്നീട് അതിപ്പോ 300 ചില്ലാനും സീറ്റുകളിലേക്ക് BJP പടർന്ന് പന്തലിച്ച് കയറി. അതാണ് BJPയുടെ ചരിത്രം. അപ്പൊ 2ാം സ്ഥാനത്ത് വരുന്ന വാർഡുകളിൽ BJPയുടെ പ്രവർത്തകരെ നിങ്ങൾ ഭയക്കണം, CPM-കാരാ കോൺഗ്രസ്സുകാരാ. കാരണം ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ, ഒപ്പം നമ്മുടെ സ്വയം സേവകർ, അവർ അത്യധ്വാനികളാണ്. അവർ പരാജയം സമ്മതിക്കാതെ പോരാടുന്നവരാണ്. അവർ വിജയം കൈപ്പിടിയിൽ ഒതുങ്ങുന്നത് വരെ അശ്രാന്ത പരിശ്രമം നടത്തുന്നവരാണ്. ഉറങ്ങാതെ, സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ പോലും നോക്കാതെ എല്ലാം തിരിച്ചുകൊണ്ട് സംഘടനയ്ക്ക് വേണ്ടി എന്താണോ ഉദ്ദേശം ആ ഉദ്ദേശ പൂർത്തീകരണത്തിന് വേണ്ടി അങ്ങേയറ്റം ശ്രമിക്കുന്നവരാണ് പ്രത്യേകിച്ച് കേരളത്തിലെ BJPയുടെ പ്രവർത്തകർ. ആ പ്രവർത്തനത്തിനിടയ്ക്ക് സ്വന്തം ജീവൻ നഷ്ടപ്പെട്ടാൽ പോലും, സ്വന്തം ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായാൽ പോലും ഭയപ്പെടാതെ പ്രവർത്തിക്കുന്നവരാണ് BJPയുടെ പ്രവർത്തകർ. അതുകൊണ്ട് തന്നെ BJP 2ാം സ്ഥാനത്ത് വന്ന ആ 10,3000 സീറ്റുകളെ ഇവിടുത്തെ CPM-ഉം കോൺഗ്രസും ഇപ്പോൾ ഭയക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്നിപ്പോ CPM തീരുമാനമെടുത്തിരിക്കുന്നു, കോൺഗ്രസും തീരുമാനമെടുത്തിരിക്കുന്നു. ഏതൊക്കെ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ഒക്കെയാണോ BJP 1ാമത്തെ കക്ഷിയായിരിക്കുന്നത്, അവിടെ BJPയെ അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്താൻ വേണ്ടി LDF-ഉം UDF-ഉം യോജിക്കും. നോക്കൂ, കേരളത്തിൽ ആദ്യമായി അവർക്ക് വന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്ക്. BJPയെ അധികാരത്തിൽ നിന്ന് അകറ്റാൻ വേണ്ടി LDF-ഉം UDF-ഉം ഒറ്റ മുന്നണിയായി മാറുന്ന കാഴ്ചയാണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളം കാണുന്നത്. അങ്ങനെ കേരളത്തിലും മഹാകടിപിടി ബന്ധൻ വരാൻ പോവുകയാണ്. അങ്ങനെയാണല്ലോ, കേരളത്തിന്റെ പുറത്ത് മഹാകടിപിടി ബന്ധനാണല്ലോ. സകല ചണ്ടി ഭണ്ഡാരങ്ങളും ചേർന്ന് മുള്ളു മുരട് മൂർഖൻ പാമ്പ് മുതൽ കല്ല് കരട് കാഞ്ഞിരക്കുറ്റി വരെ സകല എണ്ണവും കൂടിയിട്ട് അതാണല്ലോ കേരളത്തിന്റെ പുറത്തെ പരിപാടി. അതിപ്പോ കേരളത്തിലും വരാൻ പോവുക. BJP എതിർക്കാൻ വേണ്ടി നല്ലത്, നിങ്ങൾ ഒന്നിച്ച് നിൽക്ക്. ഈ ജനങ്ങളുടെ മുന്നിൽ, അല്ലെ, ജനങ്ങളുടെ മുന്നിൽ എന്തിനാണ് പരസ്പരം പോരടിച്ചുകൊണ്ട് ഈ അർദ്ധരാത്രിയിലുള്ള ഇടപാട് എന്തിനാണ്? ഈ LDF-ഉം UDF-ഉം തരാതരം ഇവിടുത്തെ മുസ്ലിം തീവ്രവാദ സംഘടനകളുമായി തെരഞ്ഞെടുപ്പിൽ സഖ്യം ഉണ്ടാക്കിയില്ലേ? ഈ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങിയിട്ടല്ലേ UDF പല സ്ഥലങ്ങളിലും ജയിച്ചത്? മറുവശത്ത് INL-നെ പോലെയുള്ള തീവ്ര വർഗീയ കക്ഷികൾ LDF-ലുണ്ട്. PDP-യുടെയും SDPI-യുടെയും വോട്ടുകൾ തരാതരം ഇവർ വാങ്ങുന്നുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും ഇതാണ് അവസ്ഥ. ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുടെ വോട്ട് വാങ്ങുന്ന സമയത്ത് LDF പറഞ്ഞു, ഞങ്ങൾ ഇതൊന്നും വാങ്ങാറില്ല, ഞങ്ങൾ വർഗീയ കക്ഷികളുമായി ഞങ്ങൾക്ക് ഒരു ബന്ധവും ഇല്ല എന്നാണ് ഇപ്പൊ CPM-മാര് പറയുന്നത്. അങ്ങനെയാണോ?
ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ആർക്കായിരുന്നു? കഴിഞ്ഞ പഞ്ചായത്ത് ജനങ്ങൾക്ക് ഓർമ്മശക്തി കുറവാണെന്നാണ് CPM ധരിച്ചിരിക്കുന്നത്. 2015 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇതേ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങിയിട്ടാണ് LDF മത്സരിച്ചെങ്കിൽ ഇപ്പോ UDF അതേ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങുന്നു. രണ്ടു കൂട്ടരും ഒരേ സൈസാണ്. മറ്റേ ആ മീശ മാധവൻ സിനിമയില് രാത്രി ജഗതി വീട്ടിൽ പോകുന്ന മാതിരി ജമാഅത്തെ ഇസ്ലാമിയുടെ വീട്ടിൽ പോയിട്ടുണ്ട് അനുഗ്രഹം വാങ്ങാൻ എന്നൊക്കെ വെറുതെ പറയുന്നതാ. പുരുഷന്റെ അനുഗ്രഹം വാങ്ങാൻ രണ്ടുപേരും പോയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് എന്തുകൊണ്ട് പരസ്യമായിട്ട് പകലായിക്കൂടാ? ഈ എന്തിനാണ് ഈ അർദ്ധരാത്രിയുള്ള പരിപാടി? BJPയെ തോൽപ്പിക്കാൻ വേണ്ടി എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പരിപാടി ചെയ്യുന്നത്? നിങ്ങൾ പരസ്യമായിട്ട് ചെയ്യും. ഇപ്പൊ നോക്കൂ, മുസ്ലിം ലീഗ് വലിയ വർഗീയ കക്ഷിയാണെന്ന് ഇപ്പോ CPM ബോധോദയം ഉണ്ടായിരിക്കാം. മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. മുസ്ലിം ലീഗ് നല്ല ഒന്നാന്തരം തീവ്ര വർഗീയ പാർട്ടിയാണ്. ഇപ്പൊ മുസ്ലിം ലീഗിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഹിന്ദു ഭൂരിപക്ഷത്തെ ക്രൈസ്തവരെ ഭീതിപ്പെടുത്തി തങ്ങൾക്കൊപ്പം നിർത്താൻ പറ്റുമെന്ന പുതിയ പരീക്ഷണത്തിന് പിണറായി വിജയൻ ശ്രമം തുടങ്ങിയിരിക്കുക. ഞാൻ ചോദിക്കട്ടെ, ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിക്ക് കേരളത്തിൽ മാന്യത കൊടുത്തതാരാ? വിഭജനത്തിന് ശേഷം നെഹ്റു പോലും ചത്ത കുതിര എന്ന് വിളിച്ച് അകറ്റി നിർത്തിയിരുന്ന പാർട്ടിയായിരുന്നു മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗിനെ ആദ്യമായിട്ട് കേരളത്തിൽ ഒരു മുന്നണിയുടെ ഭാഗമാക്കി മാറ്റിയത് CPM ആണ്. ഇവിടുത്തെ CPM-മാർക്ക് ചരിത്രം അറിയില്ലെങ്കിൽ നിങ്ങൾ എഴുതിയെടുക്കണം. 965 EMS ആണ് മുസ്ലിം ലീഗിനെ ആദ്യമായി ക്ഷണിച്ചു കൊണ്ടുവന്ന് CPM-നൊപ്പം മുന്നണിയായിട്ട് നിർത്തിയത്. 967 സപ്തകക്ഷി മുന്നണിയുടെ ഭാഗമായിട്ട് മുസ്ലിം ലീഗിനൊപ്പം ചേർന്നിട്ടാണ് EMS കേരളത്തിൽ മന്ത്രിസഭ ഉണ്ടാക്കിയത്. ഇപ്പൊ എന്താ CPM പറയുന്നത്? ലീഗ് വർഗീയ കക്ഷിയാണ്. ഞാൻ ചോദിക്കട്ടെ, 67 ലീഗ് സ്വർഗീയ കക്ഷിയായിരുന്നോ? 1967 മുസ്ലിം ലീഗിനെ വിളിച്ച് കോൺഗ്രസുകാർ പോലും തൊടാൻ മടിക്കുന്ന കാലത്ത് മുസ്ലിം ലീഗിനെ പോലെ ഒരു തീവ്ര വർഗീയ കക്ഷിയെ കൂട്ടത്തിരുത്തി മുന്നണി ഉണ്ടാക്കി കേരളം ഭരിച്ചപ്പോ അവര് സ്വർഗീയ കക്ഷിയായിരുന്നോ? CPM മത തീവ്രവാദികൾ ശക്തികളുമായി സന്ധി ചെയ്യാത്തവരാണോ? നിങ്ങൾക്ക് ഓർമ്മയില്ലേ 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പ്? ഇവിടെ കുറെ പേർക്കെങ്കിലും ഓർമ്മയുണ്ടാകും. പൊന്നാനിയിൽ ഹുസൈൻ രണ്ടത്താണി എന്ന് പറഞ്ഞൊരു സ്ഥാനാർത്ഥി മത്സരിച്ചു. ആ ഹുസൈൻ രണ്ടത്താണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടി ഉദ്ഘാടനം ചെയ്തയാളുടെ പേരറിയോ? ആ ഹുസൈൻ രണ്ടത്താണി LDF സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടി ഉദ്ഘാടനം ചെയ്തയാളുടെ പേരാണ് സാക്ഷാൽ അബ്ദുൾ നാസർ മദനി. അബ്ദുൾ നാസർ മദനി പൊന്നാനിയിൽ ആ പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുമ്പോൾ അബ്ദുൾ നാസർ മദനിയുടെ തൊട്ടടുത്തിരുന്ന ആളുടെ പേരാണ് പിണറായി വിജയൻ, ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി, അന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി. അന്ന് അബ്ദുൾ നാസർ മദനി പൊന്നാനിയിലെ വേദിയിലിരുന്ന് പ്രസംഗിക്കുകയാണ്. ആകാശം ഇടിഞ്ഞു വീണാലും അതിന് മുകളിലൂടെ നടന്നു പോകുന്ന, നിർഭയനായി നടന്നു പോകുന്ന നേതാവാണ് പിണറായി വിജയൻ. അന്ന് അബ്ദുൾ നാസർ മദനി പ്രസംഗിച്ചതാ. ഇന്ന് അബ്ദുൾ നാസർ മദനി എവിടെയാണുള്ളത്? ബംഗളൂരുവിൽ. ഏതാ കേസ്? തീവ്രവാദ കേസാ. ഒരു തീവ്രവാദ കേസ് കഴിഞ്ഞ് ഇറങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. കോയമ്പത്തൂർ കേസ് കഴിഞ്ഞ് ഇറങ്ങിയ മദനിയെ, ആ മദനിയോടൊപ്പം സഖ്യം ചേർന്നുകൊണ്ട് കേരളത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ട CPM-കാർ ആ മദനിക്ക് സ്വീകരണം ഒരുക്കാൻ വേണ്ടി ശംഖുമുഖം കടപ്പുറത്ത് കാത്തുനിന്ന ഇടതുപക്ഷത്തിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ നേതാക്കൾ, ഇവരെയൊക്കെ കേരളത്തിലെ ജനങ്ങൾ മറന്നു എന്നാണോ നിങ്ങൾ കരുതുന്നത്? ഈ വർഗീയ കക്ഷികളുമായി, തീവ്ര മുസ്ലിം വർഗീയ കക്ഷികളുമായി തരാതരം കൂട്ടുകൂടിയവരാണ് CPM-കാരും കോൺഗ്രസുകാരും. എല്ലാ കാലത്തും അങ്ങനെയാണ്. പല സ്ഥലങ്ങളിലും SDPI-യുമായി സഖ്യമാണ്. കോടിയേരി ബാലകൃഷ്ണൻ പണ്ട് തലശ്ശേരിയിൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോ രാജ്മോഹൻ ഉണ്ണിത്താനായിരുന്നു എതിരാളി. അന്ന് NDF-കാരുടെ വോട്ട് വാങ്ങിയിട്ടാണ് ഈ കോടിയേരി ബാലകൃഷ്ണൻ ജയിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ പിണറായി വിജയൻ പറയുകയാണ് മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണ്. ഇതേ മുസ്ലിം ലീഗിനെ കേരളത്തിൽ മുന്നണിയുടെ ഭാഗമാക്കി കൊണ്ടുവന്ന് പൊതുമാന്യത നേടിക്കൊടുത്തവർ ഇതേ CPM-കാരാണ്. 67 സപ്തകക്ഷി മുന്നണിയുടെ ഭാഗമായിട്ട്. എന്നിട്ട് ഈ രണ്ടു കൂട്ടരും പറയുന്നതോ BJP വർഗീയ പാർട്ടിയാണ്. BJP മാത്രം വർഗീയ പാർട്ടി. ഞാൻ ചോദിക്കട്ടെ, ഈ തെരഞ്ഞെടുപ്പിൽ ഒറ്റപ്പാലത്ത് നമുക്കൊരു കൗൺസിലർ ഉണ്ടായിട്ടുണ്ട്. പേരറിയോ? ഷരീഫ.
ബി.ജെ.പിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ഷെരീഫ ഉജ്ജ്വലമായിട്ടുള്ള ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. പരാജയപ്പെടുത്തിയത് LDF-ന്റെയും UDF-ന്റെയും രണ്ട് സ്ഥാനാർത്ഥികൾ, LDF-ന്റെയും UDF-ന്റെയും സ്ഥാനാർത്ഥികൾ ഹിന്ദു സമുദായത്തിൽപ്പെട്ടവർ. ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ. വാർഡ് ഹിന്ദു ഭൂരിപക്ഷ വാർഡ്. ഞാൻ ചോദിക്കട്ടെ, ആർക്കാ വർഗീയത? ഈ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രം നിങ്ങൾ നോക്ക്. പരാജയപ്പെട്ടെങ്കിൽ പോലും അത്യുജ്വലമായ പോരാട്ടം കാഴ്ചവെച്ചുകൊണ്ട് എത്രയോ മുസ്ലിം വനിതകളടക്കമുള്ളവർ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥികളാവാൻ തയ്യാറായി രംഗത്ത് വന്നു. അങ്ങനെ കേരളത്തിൽ മുഴുവൻ ബി.ജെ.പിക്ക് അനുകൂലമായിട്ടുള്ള വലിയൊരു ജനവികാരമുണ്ടായി. ബി.ജെ.പിയുടെ വോട്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ വർദ്ധിച്ചു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 30 ലക്ഷം പേരാണ് ബി.ജെ.പിക്ക് അനുകൂലമായി വോട്ട് ചെയ്തതെങ്കിൽ ഇപ്പോൾ അത് 35 ലക്ഷം വോട്ട് കഴിഞ്ഞിരിക്കുന്നു. 35 ലക്ഷം വോട്ടാണ് ബി.ജെ.പി നേടിയത്. 17% വോട്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക്, ദേശീയ ജനാധിപത്യ സഖ്യത്തിന് കേരളത്തിൽ ലഭിച്ചു. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏതെങ്കിലും ഒരു മുന്നണി, ഏതെങ്കിലും ഒരു പാർട്ടി നേട്ടമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, കാര്യമാത്ര പ്രസക്തമായ രീതിയിൽ സീറ്റുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പാർട്ടിയും മുന്നണിയും മാത്രമാണ്. അത് ഭാരതീയ ജനതാ പാർട്ടിയാണ്, ദേശീയ ജനാധിപത്യ സഖ്യമാണ്. മറ്റ് രണ്ട് മുന്നണികളെയും കേരളത്തിലെ ജനങ്ങൾ തിരസ്കരിച്ചിട്ടുണ്ട്. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കാലങ്ങളായിട്ട് ഇടതുപക്ഷത്തിനൊരു മുൻതൂക്കം കേരളത്തിൽ കിട്ടാറുണ്ട്. അത് സ്വാഭാവികമായിട്ട് കിട്ടാറുള്ളതാണ്. പക്ഷെ ഇത്തവണ അത് ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഇടതുപക്ഷത്തിന്റെ സീറ്റുകൾ കുറയുകയാ ചെയ്തത്, വോട്ട് കുറയുകയാ ചെയ്തത്. പിന്നെ എങ്ങനെയാ ഇത് അവർക്കുള്ള അംഗീകാരമാവുന്നത്? അങ്ങനെയാണെങ്കിൽ CPM-കാരാ, ഇത് നിങ്ങൾക്കുള്ള അംഗീകാരമാണ്, ഇത് പിണറായി വിജയൻ സർക്കാരിനുള്ള അംഗീകാരമാണ് എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? പിണറായി വിജയനോട് ഇനി ഏതായാലും 3-4 മാസമല്ലേ ബാക്കിയുള്ളൂ, രാജിവെച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പറയൂ. അദ്ദേഹത്തിന്റെ മന്ത്രിസഭയ്ക്ക് കിട്ടിയിട്ടുള്ള അംഗീകാരമാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയമെങ്കിൽ രാജിവെച്ച് പുതിയ ജനവിധി തേട് 5 വർഷം നിങ്ങൾക്ക് നീട്ടിക്കിട്ടില്ലേ? എന്തേ ചെയ്യാത്തത്? കാരണം 1990-ൽ ഒരു ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പ് നടന്നു. ഇവിടെയുള്ള ആളുകൾക്ക് ഓർമ്മയുണ്ടാകും, മുതിർന്ന ആളുകൾക്ക് ഓർമ്മയുണ്ടാകും. ആ ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ അന്ന് സംസ്ഥാനം ഭരിച്ചിരുന്ന E.K. നായനാർ സർക്കാർ കരുതി ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് ലഭിച്ചിട്ടുള്ള വലിയ വിജയം അത് നായനാർ സർക്കാരിനുള്ള അംഗീകാരമാണ് എന്ന് അവർ തെറ്റിദ്ധരിച്ചു. അങ്ങനെ നായനാർ രാജിവെച്ചു, തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. ആ സമയത്ത് രാജീവ് ഗാന്ധിയുടെ മരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായെങ്കിൽ പോലും തെരഞ്ഞെടുപ്പിനെ നേരിട്ട നായനാർ സർക്കാർ ദയനീയമായി പരാജയപ്പെട്ടു. ഭരണ തുടർച്ച എന്ന അവരുടെ സ്വപ്നം സമ്പൂർണ്ണമായി തകർന്നുപോയി. കേരളത്തിൽ അന്ന് UDF ആണ് അധികാരത്തിൽ. അത്ര ധൈര്യമുണ്ടെങ്കിൽ പിണറായി വിജയൻ രാജിവെച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സന്നദ്ധനാവോ? സന്നദ്ധനാവില്ല, ഒരു കാരണവശാലും സന്നദ്ധനാവില്ല. കാരണം എന്താ? മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ രാജിവെച്ച് തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ ഇന്ത്യയിൽ CPM ഭരിക്കുന്ന അവസാനത്തെ സംസ്ഥാനവും അവർക്ക് നഷ്ടപ്പെടും. ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇവിടെ നിങ്ങൾ കണ്ടല്ലോ, ഇന്നലെയും ഇന്നുമൊക്കെയായിട്ട് ബംഗാളിൽ CPM-ന്റെ ഒരു കാലത്തെ ചെങ്കോട്ടല്ലേ കേരളവും ഞങ്ങൾ ബംഗാളാക്കും എന്നൊക്കെ പറഞ്ഞിരുന്നാണ്. ഇപ്പൊ ബംഗാളിലത്തെ അവസ്ഥ എന്താ? ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് ബംഗാളിൽ പുലി ഇറങ്ങിയിട്ടുണ്ട്. ബംഗാളിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പോകുന്നിടത്തൊക്കെ ലക്ഷക്കണക്കിന് ജനങ്ങളാണ് കൂടുന്നത്, ലക്ഷക്കണക്കിന് ജനങ്ങൾ. മൂപ്പരിങ്ങനെ പോയിട്ട് കൈയിങ്ങനെ വീശുന്ന സമയത്ത് തൃണമൂൽ കോൺഗ്രസിന്റെ MP-മാർ, MLA-മാർ, CPM-ന്റെ MLA-മാർ അടക്കം BJP-യിലേക്ക് വരിക. ഇവിടെ കമ്മികൾ സ്ഥിരമായി പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? CPM ഉള്ളിടത്ത് BJP വളരില്ല, CPM ഉള്ളിടത്ത് BJP വളരില്ല. അതൊന്നും മാറ്റിയാൽ മതി. എന്താണ്? BJP വളർന്നാൽ CPM ബാക്കി ഉണ്ടാവില്ല. അതാ ഇപ്പൊ ബംഗാളിൽ കാണുന്നത്. ഞങ്ങളുടെ ഒരു MLA പോലും, ഞങ്ങളുടെ ഒരു ജനപ്രതിനിധി പോലും BJP-യിലേക്ക് പോകില്ല എന്ന് പറഞ്ഞിരുന്നു. ഇന്നലെ CPM-ന്റെ ഒരു MLA പോയിട്ടുണ്ട്, BJP-യിലേക്കാ പോയിട്ടുള്ളത്. ബംഗാളിൽ CPM-ന്റെ അവസാനത്തെ പ്രവർത്തകരും BJP-യുടെ കൊടിയെടുത്ത് പോകുന്ന കാഴ്ച ഇപ്പൊ കാണുന്നു. മമതാ ബാനർജിയെ മുട്ടിടിച്ചു തുടങ്ങി. ഒരു സംശയവും വേണ്ട, ത്രിപുര ഭാരതീയ ജനതാ പാർട്ടി പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ CPM-ന്റെ 10-30 വർഷക്കാലത്തെ കരാള ഭരണത്തിൽ നിന്ന്, കാട്ടാളത്ത ഭരണത്തിൽ നിന്ന് ത്രിപുരയെ മോചിപ്പിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മമതാ ബാനർജിയുടെ ഫാസിസ്റ്റ് ഭരണകൂടത്തിൽ നിന്ന് ബംഗാളിനെ മോചിപ്പിക്കാനും ഭാരതീയ ജനതാ പാർട്ടിക്ക് കഴിയും. ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട.
അങ്ങോട്ടാണ് ഈ രാജ്യത്തെ രാഷ്ട്രീയം പോകുന്നത്. ബംഗാൾ പോലെ ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വലിയൊരു സംസ്ഥാനം, ഏതാണ്ട് 10-30 വർഷക്കാലം CPM അടക്കി ഭരിച്ച ഒരു സംസ്ഥാനം, ആ സംസ്ഥാനത്ത് ഇന്ന് CPM വളരെ ചെറിയ പാർട്ടിയായി മാറിക്കഴിഞ്ഞു. ബാക്കിയുള്ള CPMകാർ, അവശേഷിക്കുന്ന CPMകാർ BJPയുടെ വണ്ടി വരുന്നതും കാത്തു നിൽക്കാണ് കേറി രക്ഷപ്പെടാൻ. ബാക്കിയുള്ള ഒരേ ഒരു സംസ്ഥാനം ഇപ്പൊ കേരള. ആ കേരളത്തിൽ CPM നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കേരളത്തിലും പരിപാടി നിർത്താം. കേരളത്തിലും CPM അവസാനിക്കാൻ പോവുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പക്ഷെ അപ്പുറത്ത് UDFകാർക്ക് വലിയ ആശ്വാസമൊന്നും വേണ്ട. കാരണം UDFന്റെ ഒരു പക്ഷേ ഈ സംസ്ഥാന സർക്കാരിനെതിരായിട്ടും അല്ലെങ്കിൽ പഞ്ചായത്തുകളിലൊക്കെ ഉള്ള ഭരണത്തിനെതിരായ വികാരം സ്വാഭാവികമായിട്ടും അതിന്റെ ആനുകൂല്യം ലഭിക്കേണ്ടിയിരുന്നത് പ്രതിപക്ഷമായ UDFനായിരുന്നു. എന്തേ UDFന് ഇത് ലഭിക്കാതെ പോയി? UDFന് എന്തുകൊണ്ടാ ഈ പിണറായി വിജയന്റെ ഭരണവിരുദ്ധ വികാരത്തിന്റെ ആനുകൂല്യം ലഭിക്കാതെ പോയത്? മറ്റൊന്നും കൊണ്ടല്ല, പിണറായി വിജയൻ സർക്കാരിനെതിരായി സമരം ചെയ്യാൻ UDF ഉണ്ടായിരുന്നില്ല. ഈ പിണറായി വിജയൻ സർക്കാർ ചെയ്യുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് മുതലുള്ള സകലമായ ഇടപാടുകളിലും UDF വലിയ മൗനം പാലിച്ചു. എവിടെയും സമരത്തിനുണ്ടായില്ല. സംസ്ഥാന സർക്കാരിന്റെ പരാജയങ്ങൾ തുറന്നു കാണിക്കുന്നതിൽ പ്രതിപക്ഷം എന്ന നിലയിൽ UDF സമ്പൂർണമായി പരാജയപ്പെട്ടു. UDF എന്ത് പറഞ്ഞിട്ടാ ജനങ്ങളുടെ അടുത്തേക്ക് പോകേണ്ടത്? പാലാരിവട്ടം പാലം അഴിമതി കേസിൽ UDFന്റെ മുൻ മന്ത്രി അറസ്റ്റിലാണ്. ഫാഷൻ ഗോൾഡ് തട്ടിപ്പ് കേസിൽ UDFന്റെ MLA അറസ്റ്റിലാണ്. കൊല്ലത്തെ കശുവണ്ടി ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ കോൺഗ്രസിന്റെ നേതാവ് ചന്ദ്രശേഖരനെതിരെ CBI കുറ്റപത്രം സമർപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. അപ്പൊ അഴിമതിയുടെ കാര്യത്തിൽ ഈ രണ്ട് മുന്നണികളും ഒരുപോലെയാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യമുള്ളത് കൊണ്ട് UDFന് ഇപ്പോ ഗവൺമെന്റിനെതിരെ സമരം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. UDF എന്ത് പറഞ്ഞിട്ടാ ജനങ്ങൾക്കിടയിലേക്ക് പോകുന്നത്? നോക്കൂ, ഇപ്പൊ കോൺഗ്രസിൽ വലിയ അധികാര തർക്കമാണ്. KPCC പ്രസിഡന്റ് ആരാകണം എന്ന് സംബന്ധിച്ച് വലിയ തർക്കമാണ്. K. സുധാകരൻ വേണം എന്ന് കുറെ പേര് ഫ്ലക്സ് ബോർഡ് വെക്കുന്നുണ്ട്. മുരളീധരനെ തിരിച്ചു വിളിക്കൂ, കോൺഗ്രസിനെ രക്ഷിക്കൂ എന്ന് ചിലർ പറയുന്നുണ്ട്. കുറച്ചാളുകൾ പപ്പിക്കുട്ടിയെ വിളിക്കൂ, കോൺഗ്രസിനെ രക്ഷിക്കൂ എന്ന് പറയുന്നുണ്ട്. ചില ആളുകൾ ചെന്നിത്തല വരട്ടെ എന്ന് പറയുന്നു. ചില ആളുകൾ മുല്ലപ്പള്ളിയെ മാറ്റരുതെന്ന് പറയുന്നു. ചില സ്ഥലങ്ങളിൽ MMSN രാത്രി സ്വന്തം ബോർഡ് ഒറ്റയ്ക്ക് കൊണ്ടുപോയി വെക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് KPCC പ്രസിഡന്റ് ആകാൻ. അങ്ങനെ കോൺഗ്രസിൽ എത്ര നേതാക്കളുണ്ട്? അവര് മുഴുവൻ കേരളത്തിൽ ഫ്ലക്സ് ബോർഡ് വെച്ചുകൊണ്ടിരിക്കുകയാണ് KPCC പ്രസിഡന്റ് ആയിട്ട്. ഹസൻജിയെ വിളിക്കൂ, KPCCയെ രക്ഷിക്കൂ. അങ്ങനെ കേരളത്തിൽ മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാർ ഇപ്പൊ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ലീഗ് പറയുന്നത് ആര് KPCC പ്രസിഡന്റ് ആകണമെന്ന് വരെ മുസ്ലിം ലീഗ് തീരുമാനിക്കുന്ന ഘട്ടത്തെത്തിയിരിക്കുന്നു. ആരാണ് കോൺഗ്രസിനെ കേരളത്തിൽ നയിക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ഇപ്പൊ പാണക്കാട്ട് തങ്ങളുടെ ഓർഡർ കിട്ടണം കോൺഗ്രസിന്റെ പ്രസിഡന്റിനെ നിശ്ചയിക്കാൻ. അതാണ് ഇപ്പോ കോൺഗ്രസിന്റെ അവസ്ഥ. ഇവിടുത്തെ മാത്രമല്ല, കേന്ദ്രത്തിലും. എന്താ കാരണം? നമ്മുടെ നെഹ്റുവിന്റെ കൊച്ചുമകനുണ്ടല്ലോ, ഉത്തർപ്രദേശിൽ നിന്ന് തോൽപ്പിച്ചു വിട്ട ചെക്കൻ രാഹുൽ ഗാന്ധി, ഇവിടെ മുസ്ലിം ലീഗിന്റെ ആനുകൂല്യത്തിൽ പച്ചക്കൊടി എടുത്ത് മുസ്ലിം ലീഗുകാർ നടന്നുകൊണ്ടാ വയനാട്ടിൽ നിന്ന് കഷ്ടിച്ച് ജയിച്ചു പോയത്. ലീഗിന്റെ ഔദാര്യത്തിൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി വരെ ലോക്സഭയിൽ പോയ സമയത്ത് പിന്നെ ലീഗിനെ അനുസരിക്കാതെ കോൺഗ്രസ് എന്ത് ചെയ്യും? മുസ്ലിം ലീഗ് ചാടട കുഞ്ഞിരാമ എന്ന് പറഞ്ഞാൽ ചാടുന്ന ഒരു കുഞ്ഞിരാമനായിട്ട് കേരളത്തിലെ കോൺഗ്രസ് അതപ്പതിച്ചിരിക്കുന്നു. മുസ്ലിം ലീഗ് എന്ത് പറഞ്ഞോ അത് മാത്രം ചെയ്യുന്ന ഒരു പാർട്ടിയായി കേരളത്തിലെ കോൺഗ്രസ് അതപ്പതിച്ചിട്ട് കാലം എത്രയായി? കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രി അറിയാതെ പാണക്കാട്ടെ തങ്ങൾ പ്രഖ്യാപിക്കുകയാണ് ലീഗിന് ഒരു 5ാം മന്ത്രി ഉണ്ടാകും. ഒരു മന്ത്രിസഭയിൽ മന്ത്രി ആരാ തീരുമാനിക്കേണ്ടത്? മുഖ്യമന്ത്രിയാ തീരുമാനിക്കേണ്ടത്. പക്ഷെ പാണക്കാട്ടെ തങ്ങൾ പ്രഖ്യാപിക്കുകയാണ് ലീഗിന് 5ാമത്തെ മന്ത്രി ഉണ്ടാകും. അത് തീരുമാനിക്കാൻ പാണക്കാട്ടത്ത് അങ്ങനെ തീരുമാനിക്കാൻ പാടുണ്ടോ? ജനാധിപത്യത്തിൽ പാടുണ്ടോ? അവസാനം പാണക്കാട്ട് തങ്ങൾ പറഞ്ഞാണ് അതുകൊണ്ട് 5ാം മന്ത്രിയെ കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞ് കോൺഗ്രസിനെ ഭീഷണിപ്പെടുത്തി അവർ 5ാം മന്ത്രിയെ ഉണ്ടാക്കിയില്ലേ? ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസിന് പരമ്പരാഗതമായി വോട്ട് ചെയ്യുന്ന ഈ കേരളത്തിലെ ഭൂരിപക്ഷ സമുദായം, ആ സമുദായത്തിൽപ്പെടുന്ന ആളുകൾ അവരെന്ത് വിശ്വസിച്ചാണ് ഇനി കോൺഗ്രസിനൊപ്പം നിൽക്കേണ്ടത്? കേരളത്തിലെ ക്രൈസ്തവ വിഭാഗങ്ങൾ വലിയ ആശങ്കയിലാണ്. കാരണം നരേന്ദ്രമോദി സർക്കാർ നൽകിയിട്ടുള്ള മുന്നോക്ക വിഭാഗങ്ങൾക്കുള്ള 10% സാമ്പത്തിക സംവരണം
ആ സാമ്പത്തിക സംവരണം അട്ടിമറിക്കുമെന്നാണ് PK കുഞ്ഞാലിക്കുട്ടി പറയുന്നത്. മുന്നോക്ക വിഭാഗങ്ങൾക്ക് കിട്ടുന്ന സാമ്പത്തിക സംവരണം അട്ടിമറിക്കുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി പറയുമ്പോൾ കേരളത്തിലെ ക്രൈസ്തവ വിഭാഗവും ആശങ്കയിലാണ്. തങ്ങൾക്ക് നരേന്ദ്രമോദി സർക്കാർ നൽകിയ ആ ആനുകൂല്യം തങ്ങളുടെ പാവപ്പെട്ടവർക്ക്, കേരളത്തിലെ ഹിന്ദുക്കളും ക്രൈസ്തവരും ഉൾപ്പെടെ മുന്നോക്ക വിഭാഗങ്ങളിൽപ്പെടുന്ന പിന്നോക്കക്കാരായിട്ടുള്ള അല്ലെങ്കിൽ പാവപ്പെട്ടവരായിട്ടുള്ള ആളുകൾക്ക് കിട്ടുന്ന ആ 10% സാമ്പത്തിക സംവരണം അതുപോലും അട്ടിമറിക്കാൻ മുസ്ലിം ലീഗിന്റെ നേതൃത്വം ശ്രമിക്കുമ്പോൾ കേരളത്തിലെ ക്രൈസ്തവ വിഭാഗവും ഹിന്ദു ഭൂരിപക്ഷവും ഒക്കെ വലിയ ആശങ്കയിലാണ്. ഇനി ഒരിക്കൽ കൂടി UDF എന്ന് പറയുന്ന സംവിധാനം കേരളത്തിൽ വന്നാൽ അങ്ങനെ ഒരു സംവിധാനത്തിന് നേതൃത്വത്തിൽ ഉണ്ടായിരിക്കുക കോൺഗ്രസ് ആയിരിക്കില്ല. അതിനെ നിയന്ത്രിക്കുന്നത് PK കുഞ്ഞാലിക്കുട്ടിയും മുസ്ലിം ലീഗുമായിരിക്കും എന്നുള്ള ഭയം ഇപ്പോ കേരളത്തിൽ ഹിന്ദു ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ ഉണ്ട്, ആശങ്കയുണ്ട്. ആ ആശങ്ക അസ്ഥാനത്തല്ല. കാരണം ആ രീതിയിലാണ് ലീഗുകാരുടെ പ്രസ്താവനകൾ വരുന്നത്. മറുവശത്ത് CPM-ന്റെ അവസ്ഥ എന്താ? അവരും ഇതുപോലെ തന്നെ ന്യൂനപക്ഷ പ്രീണനത്തിന് വേണ്ടി ശ്രമിക്കുന്നു. അവരും ന്യൂനപക്ഷ പ്രീണനത്തിലല്ലേ ശ്രമിക്കുന്നത്? ചില കാര്യങ്ങളിൽ വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള മൗനം പാലിക്കുന്നത് ഒഴിച്ചാൽ അവർ ന്യൂനപക്ഷ പ്രീണനത്തിനല്ലേ ശ്രമിക്കുന്നത്. IL എവിടെ ഇരിക്കുന്നത്? ലീഗിന് വർഗീയത പോരാ എന്ന് പറഞ്ഞ് അതിനേക്കാൾ വലിയ വർഗീയത പ്രസംഗിച്ച് ഇറങ്ങിപ്പോയിട്ടുള്ള ഇബ്രാഹിം സുലൈമാൻ സേഠിന്റെ പാർട്ടി INL ഇന്ന് LDF-ന്റെ ഭാഗം. KT ജലീൽ എന്ന് പറയുന്ന മന്ത്രി പഴയ സിമിയുടെ പ്രവർത്തകനായിരുന്നു, നിരോധിച്ച തീവ്രവാദ സംഘടനയുടെ. തരാതരം PDP-യുടെയും SDP-യുടെയും ഒക്കെ വോട്ടുകൾ വാങ്ങുന്നതിൽ ഇടതുപക്ഷത്തിന് ഒരു മടിയുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ രണ്ട് മുന്നണികളും കേരളത്തിൽ ഈ സംഘടിത മത ന്യൂനപക്ഷങ്ങളുടെ അവരെ പ്രീണിപ്പിച്ചുകൊണ്ട് ഇവിടെ അവർക്ക് വോട്ട് ചെയ്തിട്ടുള്ള വലിയൊരു വിഭാഗം ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് പൊതുവെ ബോധ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെയാണ് BJP-ക്ക് അനുകൂലമായിട്ടുള്ള ഒരു ജനവിധി കേരളത്തിൽ രൂപപ്പെട്ടു വരുന്നത്. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത BJP-യുടെ വോട്ടിംഗ് ശതമാനം 17% എന്നുള്ളതാണ്. എന്തുകൊണ്ട് അതൊരു പ്രത്യേകതയായി ഞാൻ പറയുന്നത്? കാരണം 10 വർഷം മുമ്പ് BJP-ക്ക് കിട്ടാറുണ്ടായിരുന്നത്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കിട്ടാറുണ്ടായിരുന്നത് 5, 6, 7% വോട്ടായിരുന്നെങ്കിൽ അത് കൺസിസ്റ്റന്റ് ആയി ഉയർത്തി കൊണ്ടുവന്ന് 17% എത്തിയിരിക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് കിട്ടിയ വോട്ട് അത് ശബരിമല വിഷയത്തെ തുടർന്നുണ്ടായുള്ള ജനവികാരത്തിന്റെ അടിസ്ഥാനത്തിൽ താൽക്കാലികമായി ഉണ്ടായ നേട്ടമാണെന്ന് കേരളത്തിലെ ചില രാഷ്ട്രീയ പണ്ഡിതന്മാർ വിലയിരുത്തിയിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ശബരിമല വിഷയത്തിനെ തുടർന്ന് അതിനുശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ വോട്ട്, ആ വോട്ട് നിലനിർത്താൻ BJP കഴിഞ്ഞു എന്ന് മാത്രമല്ല അത് വർദ്ധിപ്പിക്കാനും BJP കഴിഞ്ഞു എന്നുള്ളതാണ് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ BJP-യുടെ വളർച്ച വളരെ ആരോഗ്യകരമായിട്ടുള്ള വളർച്ചയാണ്. സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒറ്റയടിക്കുള്ള ഒരു വളർച്ചയല്ല. പക്ഷേ കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ വളർച്ച എന്ന് പറയുന്നത് വളരെ ആരോഗ്യകരമായിട്ടുള്ള ഒരു വളർച്ചയാണ്. അത് നമുക്ക് കാണാൻ കഴിയും. ഒരിക്കൽ BJP-ക്ക് വോട്ട് ചെയ്ത് തുടങ്ങിയ ആളുകളൊന്നും BJP-യെ കൈവിടുന്നില്ല എന്നുള്ളതാണ് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഭാവി ശുഭകരമാണ് എന്നുള്ള കാര്യത്തിലും സംശയം വേണ്ട. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ 5 or 6 മാസം മാത്രമാണ് ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളത്. ആ 5 or 6 മാസക്കാലത്തെ കാത്തിരിപ്പിന് ശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സംശയവും വേണ്ട, കേരളത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. കഴിഞ്ഞ ദിവസം മനോരമ പത്രം കേരളത്തിൽ ഓരോ മണ്ഡലങ്ങളിലും വിവിധ പാർട്ടികൾക്ക്, മുന്നണികൾക്ക് കിട്ടിയ വോട്ടുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ കേരളത്തിൽ നിരവധി മണ്ഡലങ്ങളിൽ BJP 2 മുന്നണികൾക്കും തത്തുല്യമായ രീതിയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തിയാണ് മുന്നോട്ട് പോകുന്നത്. ഈ 17% വോട്ടെന്ന് പറയുമ്പോൾ 140 മണ്ഡലത്തിലെയും കണക്കാണ് കേട്ടോ. പക്ഷെ BJP-ക്ക് സ്വാധീനമുള്ള പ്രദേശങ്ങൾ വരുന്ന സമയത്ത് ആ പ്രദേശങ്ങളിൽ BJP-യുടെ വോട്ടിംഗ് ശതമാനം പലപ്പോഴും CPM-നും കോൺഗ്രസിനും ഒപ്പത്തിനൊപ്പമോ അതിന് മുകളിലോ ആണ് പലപ്പോഴും. അതുകൊണ്ട് തന്നെ ഒരു സംശയവും വേണ്ട, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വലിയ രാഷ്ട്രീയ മാറ്റം ഉണ്ടാകാൻ പോകുന്നു. അത് കേവലമായിട്ടുള്ള 1 or 2 സീറ്റിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമായിരിക്കില്ല. മറിച്ച് കേരളത്തിന്റെ ഈ മുന്നണി രാഷ്ട്രീയത്തിൽ ഒരു മൂന്നാം ബദലിന്റെ സാധ്യതകൾ തേടിയിട്ടുള്ള
കേരളത്തിലെ ജനങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമിടുന്ന തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും അടുത്ത 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരിക എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തിരുവനന്തപുരത്തെ രാജ്ഭവന്റെ മനോഹരമായ പച്ച പുൽത്തകിടിയിൽ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കും. ആ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഖ്യമന്ത്രി കേരളത്തിലും അധികാരത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരി ഇവിടുന്ന് വിജയിച്ചിട്ടുള്ള ലതാമണി, ഈ പ്രദേശം ജനസംഘകാലം മുതൽക്ക് ദേശീയ പ്രസ്ഥാനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രദേശമാണ്. ഇടക്കാലത്ത് ഒരു തവണ CPM-ന് അനുകൂലമായിട്ട് ഒരു ജനവിധി ഉണ്ടായെങ്കിൽ പോലും വീണ്ടും അവരിൽ നിന്ന് കരുത്തോടുകൂടി ഈ പ്രദേശത്തെ ഭാരതീയ ജനതാ പാർട്ടി തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. ഈ പ്രദേശത്തെ മുഴുവൻ BJP പ്രവർത്തകരെയും അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. നിങ്ങളുടെ വലിയ പരിശ്രമമാണ് ഈ പ്രദേശത്ത് BJP-യുടെ കൊടി വീണ്ടും ഉയരത്തിൽ പാറിക്കാൻ സഹായകരമായത്. നമ്മുടെ പ്രിയ സഹോദരി നല്ല ഭൂരിപക്ഷത്തോടെ ഇവിടുന്ന് ജയിച്ചു. അവർ അടുത്ത 5 വർഷക്കാലം നമ്മളുടെ ഇടയിൽ സജീവമായി പ്രവർത്തിക്കും. പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാരിന്റെ നിരവധിയായിട്ടുള്ള പദ്ധതികളുണ്ട്. ആ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ, ഈ പ്രദേശത്തെ ഓരോ വീടുകളിലേക്കും നരേന്ദ്രമോദി സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങൾ എത്തിക്കാൻ വേണ്ട പരിശ്രമം ഉണ്ടാകണമെന്ന് ഞാൻ അവരോട് അഭ്യർത്ഥിക്കുകയാണ്. അത് മാത്രമല്ല, അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും തൊട്ടടുത്ത വാർഡുകളിൽ കൂടി ഒരു പ്രഭാവം ഉണ്ടാക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിയുടെ പ്രവർത്തനങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, അവരുടെ വിജയത്തിൽ ഒരിക്കൽ കൂടി അവരെ അഭിനന്ദിച്ചുകൊണ്ട്, അവരോടൊപ്പം നിൽക്കുന്ന ഈ പ്രദേശത്തെ BJP പ്രവർത്തകരെ അഭിനന്ദിച്ചുകൊണ്ട്, അവർക്ക് വോട്ട് ചെയ്ത ഈ പ്രദേശത്തെ നല്ലവരായ നാട്ടുകാർക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വന്ദേ മാതരം.